ഹലോ ഗായ്സ്, ഇതൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കെയർ ചെയ്യാറുണ്ട്. ഒരാഴ്ചയിൽ മാക്സിമം 2 പ്രാവശ്യം ചെയ്യാൻ നോക്കും. സമയം കിട്ടില്ലെങ്കിൽ മാത്രം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഹെന്നയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഹെന്ന തലേ ദിവസം തന്നെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടൊരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കുകയാണ്. മഞ്ഞൾ ചേർക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കുക. തലേ ദിവസം തന്നെ റെഡിയാക്കി ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചാലാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുക. അതിൻ്റെ ഹെയർ ഇതായിപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്, കുറച്ച് ചകിരി പോലെ റഫായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉടക്കൊക്കെ നമുക്കൊന്ന് മാറ്റി നല്ലോണം ചീകി റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് ആ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ തലയിൽ എപ്പോഴും മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. മസാജ് ചെയ്യുന്നത് ഹെയർ വളരാനായിട്ട് വളരെ നല്ലതാണ്. അതായത് രക്തയോട്ടം കൂടുമ്പോൾ ഹെയർ വളരാനായിട്ട് സാധിക്കും. ഞാനിത് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഈ കളറിൽ കിടക്കുന്നത്. അത് ഏകദേശം 2 വർഷത്തോളമായി ഹെയർ കളർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് ഇതാ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തലയിലോട്ട് തേക്കണം. ഞാൻ ഹെന്ന ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഹെന്ന പാക്ക് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഉലുവ, കറ്റാർവാഴ, മുട്ടയുടെ വെള്ളം, അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഹെയറിലോട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹെന്ന ഇതുപോലെ തേച്ച് കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് റഫാവും മുടി. നമ്മൾ പിന്നെ ഷാമ്പു ഒന്നും യൂസ് ചെയ്യരുത്. ആ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഷാമ്പു ഒന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് എണ്ണ നമ്മുടെ ഹെയറിൽ നല്ലോണം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാക്ക് ഇടാൻ പാടുള്ളൂ. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണം കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൽ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. മൈലാഞ്ചി പൊടിയും പിന്നെ നമ്മുടെ നീലാംബരിയുടെ പൊടി, പിന്നെ മുട്ടയുടെ വെള്ള, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബീട്രൂട്ടും ചേർത്തിട്ടുണ്ട്. ബീട്രൂട്ട്, നമ്മൾ തേയിലയും കാപ്പിയും കൂടെ ഉള്ള പൊടി, നമ്മൾ ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടെ ചൂടാക്കി തേയിലയും അതേ കണക്ക് കാപ്പിപ്പൊടിയും കൂടെ ചൂടാക്കി വെള്ളത്തിലാണ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഹെയറിന് നല്ലതാണ്, ബാലനരയൊന്നും വരാതിരിക്കാൻ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മുടെ ഹെയറിൽ ഓരോരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ മൈലാഞ്ചിപ്പൊടി തലയിൽ തേച്ചാൽ നല്ലതാണ്. നല്ല തണുപ്പും കിട്ടും, മുടി വളരാൻ നല്ലതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ചേർത്താൽ നല്ലതായിട്ടിരിക്കും. തല ഒട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. നമുക്ക് മുടി എത്രത്തോളം ഉണ്ടോ, അതായത് ഹെയറിൻ്റെ നീളമനുസരിച്ച് നീളത്തിലും ലെങ്തിലും തലയൊട്ടിയിൽ, അതായത് സ്കാൾപ്പിലും എല്ലായിടത്തും നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു 1 ഹവറെങ്കിലും മാക്സിമം വയ്ക്കാൻ ശ്രമിക്കുമെങ്കിലേ നമുക്ക് നമ്മുടെ മുടിയിലോട്ട് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പക്ഷേ ഹെന്ന ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. ബാക്കി പാക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ ഡെലിവറിക്ക് ശേഷം ഒരുപാട് ഹെയർ ഫോൾസ് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് വെച്ച് എനിക്കൊന്നും സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നേന്ന് തുടങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതുപോലെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇത് ഞാൻ കുളിച്ച ശേഷമുള്ള ഹെയറാണ്. നമ്മുടെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടപ്പുണ്ട്. ഉടക്കൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ കോതി നന്നായിട്ട് എടുത്തിട്ട് കാണിക്കുകയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഷാമ്പു ഒക്കെ ചെയ്ത പോലെയാണ്. മുട്ട നമ്മൾ ഷാമ്പു ഒക്കെ ഇടുമ്പോൾ നന്നായിട്ട് മുടി സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മുട്ടയിൽ ഒരുപാട് പ്രോട്ടീനൊക്കെ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.